നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിൽ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ബ്രസീൽ ദേശീയ ടീം ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, അതിന് മുന്നോടിയായി 2 സൗഹൃദ മത്സരങ്ങൾ അവർ കളിച്ചിരുന്നു. മെക്സിക്കോയെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അമേരിക്കയോട് ബ്രസീൽ സമനില വഴങ്ങുകയും ചെയ്തു എന്നതാണ്. കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ ബ്രസീലിൻ്റെ എതിരാളികൾ കോസ്റ്റാറിക്കയാണ്. വരുന്ന ജൂൺ 25-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 6:30 ഈ ഒരു മത്സരം നടക്കുക. സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഈ ഒരു ടൂർണമെൻറ്റിൽ ഇല്ല എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടിയുമാണ്. ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡീഞ്ഞോ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം നൽകിയിരുന്നു. അതിൽ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു. അതായത്, നിങ്ങളാണോ അതോ നെയ്മർ ജൂനിയർ ആണോ ഏറ്റവും മികച്ച താരം എന്നായിരുന്നു ചോദ്യം. റൊണാൾഡീഞ്ഞോ അദ്ദേഹത്തിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത്, എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നേക്കാൾ മികച്ച താരം അത് നെയ്മർ ജൂനിയർ ആണ് എന്നാണ് ചിരിച്ചുകൊണ്ട് റൊണാൾഡീഞ്ഞോ മറുപടി പറഞ്ഞിട്ടുള്ളത്. തന്നേക്കാൾ മികച്ച താരം നെയ്മർ ആണ് എന്നത് ഇപ്പോൾ റൊണാൾഡീഞ്ഞോ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നതാണ്. നമുക്കറിയാം, ബ്രസീൽ ദേശീയ ടീമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളും ഒക്കെ സ്വന്തമാക്കിയിട്ടുള്ള താരം കൂടിയാണ് നെയ്മർ. 128 മത്സരങ്ങളാണ് അദ്ദേഹം ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. 79 ഗോളുകൾ നേടി, 58 അസിസ്റ്റുകൾ നേടി, 92 വിജയങ്ങൾ നേടി. അതായത് 128 മത്സരങ്ങളിൽ നിന്ന് 137 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശരാശരി ഓരോ 77 മിനിറ്റിലും നെയ്മർ ബ്രസീൽ ദേശീയ ടീമിൽ ഒരു ഗോളോ അതല്ലെങ്കിൽ അസിസ്റ്റോ സ്വന്തമാക്കിയിട്ടുണ്ട്. 2010 ശേഷം ബ്രസീൽ നേടിയ മുഴുവൻ ഗോളുകളിൽ 54% ഗോളുകളിലും നെയ്മർ ജൂനിയറുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു താരമാണ് നെയ്മർ ജൂനിയർ എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ അഭാവം തീർച്ചയായും ബ്രസീലിന് തിരിച്ചടിയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.